ഭേദഗതിയിലെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഏത് ഭേദഗതിയാണ് കർഷകദ്രോഹം എന്ന് ചൂണ്ടിക്കാട്ടിയാൽ അത് തിരുത്തുമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വന നിയമ ഭേദഗതി വിജ്ഞാപനത്തിന്റെ കരട് മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. മറ്റ് വകുപ്പുകളിലെ പോലെ കേസുകൾ ഒത്തുതീർപ്പാക്കാനുള്ള അവസരം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേസിനെ കുറിച്ച് ചർച്ചയില്ല, കേസ് അന്വേഷണം നടക്കുന്നത്. അല്ല, അത് അതിന്റെ കൃത്യമായ അന്വേഷണം നടക്കും. വനംവകുപ്പ് പറയുന്നത് അവിടെ നിന്ന് മരം മുറിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പം അവിടെ നിന്നാണ് മരം മുറിച്ചതിന്റെ കേരള വന നിയമ ഭേദഗതിക്കെതിരായ കർഷകരുടെ വ്യാപക പ്രതിഷേധത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയുടെ പ്രതികരണമായാണ് ഇപ്പോൾ മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് മലയാളം ഇംപാക്റ്റ് ആണ്. കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, കഴിഞ്ഞ ദിവസം നമ്മൾ ഉയർത്തിയ കർഷകരുടെ ആശങ്കകൾ, ഈ വനമേഖലയിൽ താമസിക്കുന്ന കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, അതിൽ ആണ് ഇപ്പോൾ ആ വിജ്ഞാപനത്തിൽ ഭേദഗതിയിൽ തിരുത്തുകൾ ഉണ്ടാകും എന്ന് വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഈ കരട് നിയമ ഭേദഗതി അത് പുറത്തു വന്നത് നവംബർ 1-ാം തീയതി ആയിരുന്നു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഒരു മാസവും 10-15ഓളം ദിവസവും പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഇത് ഇത്രത്തോളം ചർച്ചയായിട്ട്, ഇത്തരത്തിലൊരു നിയമ ഭേദഗതി സംബന്ധിച്ച കരട് ബില്ല് വന്നിട്ടുണ്ട് എന്നതിനെ പറ്റി ഒരു ചർച്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി മാത്രമാണ് എയറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നാള് ഇത്തരം ഒരു നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ആർക്കും അത്ര വലിയ അറിവുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മളടക്കം വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് കൂടുതൽ ആളുകളിലേക്കും കർഷക സംഘടനകളിലേക്കും ഈ വിവരങ്ങൾ എത്തുന്നത്. തുടർന്ന് ഈ ബില്ല് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വരും കാലഘട്ടത്തിൽ, ഈ ബില്ല് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി കർഷക ജനത, അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ ജനത അനുഭവിക്കേണ്ടി വരും എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ജനദ്രോഹപരമായ അല്ലെങ്കിൽ കർഷകദ്രോഹപരമായിട്ടുള്ള വസ്തുതകൾ അല്ലെങ്കിൽ ഭേദഗതികൾ ഈ ബില്ലിൽ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സംസ്ഥാന സർക്കാരും വനം വകുപ്പും തയ്യാറാണ് എന്നാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇത്തരത്തിൽ കർഷക ദ്രോഹപരമായിട്ട് വരുന്ന ബില്ലുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ചയിലായിട്ടുള്ള ബില്ലുകൾ അല്ലെങ്കിൽ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായും അറിയിച്ചു കഴിഞ്ഞാൽ, അതൊരു പ്രമേയമായോ അല്ലെങ്കിൽ ഒരു പരാതിയായോ വനം വകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ വനമന്ത്രി നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പിഴത്തുക ഏകദേശം 1000 രൂപയാണ് ഇപ്പോൾ ഒരു ഒഫൻസിന്, വന നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസിന് 1000 രൂപയാണ് പിഴയെങ്കിൽ അത് 25,000 ഉയർത്തുന്ന സാഹചര്യം ഈ നിയമ ഭേദഗതിയിലൂടെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഇത് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പിഴത്തുക നൽകണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഈ ജനങ്ങളുടെ ആശങ്ക ഇതാണ്. ഇത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള അധികാരം വനം വകുപ്പിനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നൽകി കഴിയുമ്പോൾ അത് പ്രതികാര നടപടികളടക്കം സ്വീകരിക്കാനുള്ള ഒരു അവസരമായി അവർക്ക് ലഭിക്കും. അത്തരത്തിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ കർഷക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. അത്തരം ആശങ്കകളാണ് ഈ ജനത മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ നമുക്കറിയാം ഈ വലിയ രീതിയിൽ വന്യമൃഗ ശല്യം മലയോര മേഖലകളിലും കർഷക ജനതയും അനുഭവിക്കുന്നുണ്ട്. അവരുടെ ചുരുങ്ങിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന ചുരുങ്ങിയ ഇടങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നു. അതിനാൽ തന്നെ അവർ ആ കൃഷിസ്ഥലം ഉപേക്ഷിച്ച് മറ്റു പല ഇടങ്ങളിലേക്കും താമസം മാറ്റേണ്ടതടക്കമുള്ള അവരുടെ തൊഴിലിടങ്ങൾ തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള അധികാരം, പരമാധികാരം ഇത്തരത്തിൽ ഈ ഒരു വനം വകുപ്പിന് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാകും. അദ്ദേഹം എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വനം വകുപ്പ് ഈ വനത്തിന്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ വനത്തിനകത്തുകൂടെ ഒഴുകുന്ന പുഴയിൽ നിന്നും മത്സ്യം ശേഖരിക്കാൻ ആദിവാസികൾക്ക് മാത്രമാണ് നിലവിൽ അധികാരമുള്ളത്. എന്നാൽ അത് മറ്റ് ആളുകൾ അതിക്രമിച്ച് കടന്ന് ഇത്തരത്തിൽ മീനുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ഈ നിയമ ഭേദഗതിയിൽ പറയുന്നുണ്ട്. എന്നാൽ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആദിവാസികളല്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വനങ്ങളിലെത്തുകയും വിറകു ശേഖരണം അടക്കം നടത്തുമ്പോൾ അത് നിയമവിരുദ്ധമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ അറിയിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ ആ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി, വന നിയമ ഭേദഗതിയിലെ കർഷകരുടെ ആശങ്കകൾ കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും ആ കാര്യത്തിൽ കർഷകരുടെ ആശങ്കകൾ സർക്കാർ പരിഗണിക്കും എന്നാണ്
വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 2 വാർത്തകളിൽ ഇന്ന് വനം വകുപ്പിൽ നിന്നുള്ള 2 വാർത്തകളിൽ ന്യൂസ് മലയാളം വാർത്തകളിൽ ഇടപെടൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും ബെൻസൺ ബാബുവാണ് പങ്കുവച്ചത്.